എനിക്ക് ആരെയും വിട്ടുകളയാണെങ്കിൽ എല്ലാവരും ഫോഴ്സ് തൊട്ട് ഫോക്കസ് തൊട്ട് എല്ലാവരും പോയ എല്ലാവരും തന്നെ വളരെ നല്ല സാരി ഒരിക്കലും തിരിഞ്ഞു പോലും നോക്കത്തില്ല. അവിടെ എത്ര അടുത്ത് പറഞ്ഞാൽ ഒറ്റ പോകല്ലേ അറ്റ്ലീസ്റ്റ് പിന്നെ ബിജുവൊക്കെയാണെങ്കിൽ എന്തൊക്കെ അത് മാറ്റം ഇപ്പോഴും ഒരു അനിവാര്യതയാണ്. പക്ഷേ എല്ലാവരും സാനിയുടെ സാന്നിധ്യം വളരെ പോസിറ്റീവായിട്ട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. നമുക്കൊരു ബെസ്റ്റ് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിപക്ഷം ഉണ്ടായിരുന്നു. ഇത് സാനിയായിരുന്നു ബെസ്റ്റ് സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ട് വന്നതായിരുന്നു. അതൊരു വോട്ടിങ്ങിലൂടെ തന്നെയാണ് വന്നത്. ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും വോട്ട് ചെയ്ത് വരുന്ന ഈ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് രീതിയിലാണ് വന്നത് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇനിയുള്ള ആളുകൾ എന്ത് ആവശ്യത്തിനും ഞങ്ങൾ കൂടെയുണ്ട്, എന്നും കൂടെയുണ്ട് എന്ന് അപ്പോൾ എല്ലാവരുടെ മംഗളങ്ങളും ഇത് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇതൊരു ജോലിയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പിരിഞ്ഞുപോക്ക് എന്ന് പറയാം. വീണ്ടും സാഞ്ചേനോട് ജോലി ചെയ്യാം എന്ന് തടസ്സം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതിനെ സർവേശ്രയുടെ വരുത്തട്ടെ, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു ഓപ്ഷൻ സാഞ്ചേന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളിൽ മക്കൾക്കും എല്ലാവർക്കും നേരെ ഐശ്വര്യത്തെ എന്ന് ഒരിക്കലും സാഞ്ചേട്ടൻ ഉണ്ടായിട്ടില്ല. ഇത് സാഞ്ചേട്ടൻ വരുമ്പോൾ തന്നെ ആദ്യം ചെയ്ത കാര്യം നിർത്തിയും അവിടെ കിടന്ന കസേരകളെല്ലാം ശരിക്കും നേരെ ഇട്ട് ഹോളി വീഴ്ചരൊക്കെ ഒന്ന് തുടച്ച് എല്ലാം വൃത്തിയായിട്ട് എല്ലാ സ്ഥാനങ്ങളിൽ എത്തിക്കുകയും അതേപോലെ ഒരു കാര്യത്തിലും സാഞ്ചേട്ടൻ്റെ ഒരു നന്മയല്ലാത്ത തിന്മയ്ക്കായിട്ടൊന്നും സാഞ്ചേട്ടനോട് ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും ഒത്തിരി നന്ദി സാഞ്ചേട്ടനോട്. നല്ല സാഞ്ചേക്കാന്ന് വരും. ഇത്ര കാലത്തിനിപ്പുറം ആരോടും ദേഷ്യപ്പെടാത്തൊരു വ്യക്തിനെ ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് എൻ്റെ എല്ലാ നമ്മുടെ സീനിയർ സ്റ്റാഫുണ്ട്. ഇപ്പോൾ മാസത്തോട്ട് 5 പേര് ഉണ്ട്, അത് മിനിസിലുണ്ട്. അപ്പം എന്നോട് ഞാനിവിടെ പിള്ളേരാണ്, ഞാനിവിടെ പോകും, താങ്ങി മര്യാദ വീട്ടിൽ സിസ്റ്റേഴ്സൊക്കെ പല വീടുകളിൽ നിന്ന് വരുന്നതാണ്, പല സ്വഭാവക്കാരായിരുന്നു. അപ്പോൾ അത് നീ മര്യാദ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ വെള്ളി വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞിട്ട് ആ വാക്ക് വായിക്കാൻ കഴിയുന്നു. അതാണ് എനിക്ക് പറയാനുള്ള മുഖ്യ കാരണം. ഇന്നൊക്കെ ഒരുപാട് സെൻറ്റോസ് നമ്മളെ അംഗീകരിച്ച ഡോക്ടേഴ്സ്, സ്റ്റാഫാണ്, സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഇത്